ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന് BCCI. മത്സരം ദുബായിലോ ശ്രീലങ്കയിലോ നടത്തണം എന്നാണ് ആവശ്യം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, എന്താണ് ഇത്തരമൊരു നിലപാടിന്റെ കാരണം? വേണു, ദീർഘകാലമായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ കളിക്കാൻ പോകുന്നില്ല. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ബൈലാറ്ററൽ സീരീസിനായോ അല്ലെങ്കിൽ ICCയുടെ ഏതെങ്കിലും ടൂർണമെന്റിനായോ പോകില്ലെന്ന നിലപാടിലാണ് BCCIയും ഒക്കെ തന്നെ. രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഈ ഒരു തീരുമാനത്തിന് പ്രധാന കാരണമായി ഉന്നയിക്കുന്നത് തന്നെ. അതിനുശേഷം നടന്ന ഏഷ്യ കപ്പിലടക്കം പാകിസ്ഥാനിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ വലിയ സമ്മർദ്ദം മൂലം മത്സരം ശ്രീലങ്കയിൽ വെച്ച് നടത്തേണ്ടി വന്നു. പക്ഷേ അത് ഒരു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് കീഴിൽ വരുന്ന മത്സരമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ വാശിക്ക് കീഴടങ്ങിയാലും പ്രശ്നമില്ല എന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ICC ചാമ്പ്യൻസ് ട്രോഫി വരുമ്പോൾ ഇന്ത്യക്ക് നിലപാടിൽ അയ്യേണ്ടി വരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യ BCCI നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കില്ല എന്നുള്ളതാണ്. ഫെബ്രുവരിയിലോ മാർച്ചിലോ ആയിട്ടായിരിക്കും ഈ ടൂർണമെൻറ്റ് നടക്കുക. പാകിസ്ഥാൻ ചില ഓഫറുകളൊക്കെ ഇന്ത്യക്ക് വെച്ചിരുന്നു. അതായത് ഇന്ത്യയുടെ മത്സരങ്ങൾ ലാഹോറിൽ മാത്രമായി നടത്താൻ സമ്മതിക്കാം, മറ്റ് കൂടുതൽ വെന്യൂകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെയുള്ള ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തയ്യാറായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ നിന്നുകൊടുക്കാൻ താല്പര്യമില്ലെന്നും ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് പോകില്ല എന്നാണ് ഇപ്പോൾ BCCI അറിയിക്കുന്നത്. വേണമെങ്കിൽ ഇന്ത്യ കളിക്കണമെങ്കിൽ മത്സരങ്ങൾ ദുബായിലോ ഇല്ലെങ്കിൽ ശ്രീലങ്കയിലോ വെച്ച് നടത്താം എന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഒരുപക്ഷെ ICCയേക്കാൾ വലുതാണ് സാമ്പത്തികമായും മറ്റു പല കാര്യങ്ങളും കൊണ്ട് ഇപ്പോൾ BCCI. ICCക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് പോലും BCCI ആണ്. അതുകൊണ്ട് BCCI പിണക്കാൻ ഒരു തരത്തിലും ICCക്ക് സാധിക്കില്ല. എന്താണ് ICCയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് അല്ലെങ്കിൽ തീരുമാനം എന്നത് ആകാംക്ഷയുണ്ടാക്കുന്നതാണ്. ഇന്ത്യ ഒരുപക്ഷെ പിന്മാറുകയാണെങ്കിൽ ഈ ടൂർണമെൻറ്റിൻ്റെ നിറം തന്നെ കെടും. അതുകൊണ്ട് ഇന്ത്യയെ BCCI പിണക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ICC പോകുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേർന്നത്.